മെയിൻ ഡോർ പൊസിഷൻ തെറ്റിയാൽ ലൈഫിൽ എന്തുണ്ടാകും? മെയിൻ ഡോർ പൊസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ നല്ല ലൈഫേ ഉണ്ടാവൂല. വാസ്തു ഫോളോ ചെയ്താൽ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ഉണ്ട്. വാസ്തു മാത്രം ഫോളോ ചെയ്താൽ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ഒരിക്കലും കിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല. വാസ്തു മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരിടത്ത് നമ്മൾ നല്ലൊരു വാസ്തു സ്പേസിലാണ് ഇരിക്കുന്നത്, പൈസ വന്നോളും എന്ന് വിചാരിച്ച പൈസ വരില്ല. പൈസ വരണമെന്നുണ്ടെങ്കിൽ പണിയെടുക്കണം. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ നിങ്ങൾ ചോദിച്ച് പണിയെടുത്താൽ മാത്രം പോലെ വാസ്തു നോക്കണ്ടേ? ഈ പണിയെടുക്കാനുള്ള തോന്നലാണ് പ്രശ്നം. വാസ്തു പ്രകാരം വീട് വെച്ച് നാളെ 10 കോടി രൂപ നിങ്ങളെ തേടിയെത്തും എന്ന് വിചാരിക്കുന്നതിനകത്ത് മണ്ടത്തരമെന്നേ പറയാൻ പറ്റുള്ളൂ. സൗത്ത് മോശമാണെന്ന് പറയുന്നതിന്റെ കാരണം ഇത് മോക്ഷ കാറ്റഗറി ആയതുകൊണ്ട് പലരും ചിന്തിക്കുന്നതാണ് സൗത്ത് ഫേസിംഗ് എന്ന് പറഞ്ഞാൽ യമനെ ഫേസ് ചെയ്തിരിക്കുന്ന എന്ന രീതിയിലാണ് അതിനെ കാണുന്നത്. പക്ഷെ അത് അങ്ങനത്തെ അർത്ഥത്തിൽ കാണേണ്ടതല്ല. മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കണമെങ്കിൽ ഞാൻ എന്റെ ഒരു ഒബ്സർവേഷനിൽ പറയാണ്, പടിഞ്ഞാറ് ദർശനമായിരിക്കുന്നതാണ്, ആ ഡയറക്ഷനിലാണ് മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കുന്നെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു പ്ലോട്ട് ആൾറെഡി നമുക്കുണ്ട്, നമുക്ക് കുടുംബപരമായിട്ട് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വാങ്ങിയിട്ടൊരു പ്ലോട്ട് ഉണ്ട്. വാസ്തു കറക്റ്റ് അല്ല എന്ന് നമുക്കറിയാം. അപ്പോ നമ്മൾ അവിടെ വീട് നിർമ്മിക്കാമോ? പ്രത്യേകിച്ച് നല്ല വാല്യൂ ഉള്ള ലാൻഡൊക്കെ വാങ്ങിച്ചിട്ടാണ് പലർക്കും, അല്ലെങ്കിൽ വാല്യൂ ഉള്ള ലാൻഡൊക്കെ കിട്ടുന്ന ആൾക്കാർക്കാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ടെൻഷൻ ഉള്ളത്. കാര്യം ഇത് എനിക്കുണ്ട്, ഇത് വേറെ ഒന്നുമില്ല, അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇതിനകത്തൊരു ഇങ്ങനെ ഒരു വീട് വയ്ക്കാതിരുന്നാൽ അതിന്റെ വാല്യൂ പോവും, അല്ലെങ്കിൽ അതിന് വാസ്തുദോഷം ഉണ്ടെന്ന് വെച്ചാൽ അത് മറിച്ച് വിൽക്കാനും പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസിലൊക്കെ ആൾക്കാർ ചെന്ന് ചാടാറുണ്ട്. അപ്പൊ വാസ്തു പൂർണ്ണമായിട്ടും ഇല്ലാതെ ഒരു പ്ലോട്ടും ഭൂമിയും ഇല്ല. വാസ്തു കൺസൾട്ടന്റിന്റെ ഒരു ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഭൂമി കണ്ടിട്ട് മോശമാണെന്ന് പറഞ്ഞു പോവുക എന്നുള്ളതല്ല. ആ ഭൂമിയിൽ ഒരു വാസസ്ഥാനം ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നാൽ അതിനെ എത്രമാത്രം കറക്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് അതിന് കൃത്യമായ ഉപായങ്ങളുണ്ട്. വാസ്തു ഭൂമി എന്ന് പറയുന്നത് മാതൃസമാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു തോട്ടിൽ ഒരു വീട് ഒരു പ്ലോട്ടിനെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അത് തെറ്റാണ്. അത് ഈസ്റ്റ് ഫേസിംഗ് വീട് മാത്രമേ നല്ലതായിട്ടുള്ളൂ എന്ന് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. അത് ശരിയാണ്. സൗത്ത് ഫേസിംഗ് വീട് വളരെ മോശമാണെന്നും പറഞ്ഞു. ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഈസ്റ്റ് ധർമ്മത്തിനെ സൂചിപ്പിക്കുന്നു, നോർത്ത് അർത്ഥത്തിനെ സൂചിപ്പിക്കുന്നു, വെസ്റ്റ് കാമത്തിനെ സൂചിപ്പിക്കുന്നു, സൗത്ത് മോക്ഷത്തെ സൂചിപ്പിക്കുന്നു. വീഥി എവിടെയോ അവിടെ ദർശനം എന്നാണ്. വീഥി എന്ന് പറയുന്നത് റോഡ് അല്ലെങ്കിൽ ആക്സസ്. അത് എവിടെയാണോ അവിടെയാണ് നമ്മൾ വീട് ചെയ്യേണ്ടത്. പലപ്പോഴും റോഡ് ഏത് ഡയറക്ഷനിൽ കിടന്നാലും നമുക്ക് ഈസ്റ്റിലേക്ക് തിരിച്ചു വെച്ചളയാം എന്ന് പറഞ്ഞ് വീടിനെ വെക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കി, ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുന്നവൻ ഇങ്ങനെ നോക്കിയിരുന്നാൽ എന്തിരിക്കുന്നു എന്നുള്ളത് പോലത്തെ ഒരു അവസ്ഥയാണ് അവിടെ വരുന്നത്. ഒരു സ്ട്രെയിൻ ആണ് അവിടെ വരുന്നത്. ബിസിനസ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക എന്നുള്ള തെറ്റൊന്നുമല്ല. പക്ഷെ അർത്ഥം കാക്ഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ദർശനമാണ് ഏറ്റവും നല്ലതെന്ന് പറയും നമുക്ക്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, വെസ്റ്റ് ദർശനത്തിൽ നമ്മൾ വരവ് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ചെലവ് വരും. എനിക്കറിയാം ചില ആളുകളൊക്കെ 15 വാസ്തു കൺസൾട്ടൻസിനെ കൊണ്ട് നോക്കിപ്പിച്ചിട്ട് 16ാമത്തെ ആളായിട്ട് അവിടെ പോകേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ ഭയം മാറ്റുക എന്ന് പറയുമ്പോൾ പലരും പറയും സാർ വാസ്തുവിനെ ലഘൂകരിച്ച് സംസാരിക്കുന്നു, സാർ എന്തിനാണ് വളരെ ലൈറ്റ് ആയിട്ട് ഇതിനെ എടുക്കുന്നത്? ഇത് അർഹിക്കുന്ന ഒരു കൺസിഡറേഷൻ കൊടുത്താൽ മതി. ലൈറ്റ് എന്നോ സ്ട്രോങ് എന്നോ ഒന്നുമില്ല. വീട് വാസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ലോജിക്കലി ചിന്തിക്കണം. ഞാനിവിടെ 50 വർഷം ഇവിടെ താമസിച്ചല്ലേടാ, നീ പെട്ടെന്ന് ഒന്ന് വാസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ ഞാൻ അത് എന്ത് കേൾക്കണം എന്നുള്ളതാണ് പലപ്പോഴും. ബെഡ്റൂമിന്റെ പൊസിഷൻ തെറ്റിയാൽ കപ്പിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബാധിക്കും, അവരുടെ ബന്ധങ്ങൾ തകരുമോ? എന്തെങ്കിലും മാസ്റ്റർ ബെഡ്റൂം തന്നെ വേണം എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ എന്താണ്, നമ്മളുടെ പർപ്പസ് അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഗൃഹനാഥനും ഗൃഹനാഥിയും തമ്മിൽ ഉണ്ടാവണമെങ്കിൽ കന്നിമൂല ഏറ്റവും നന്നായി യൂസ് ചെയ്യാൻ വേണം. അപ്പൊ നിലകൾ മുകളിലോട്ട് പോകും തോറും വാസ്തുവിന്റെ എഫക്ട് കുറയോ? അതെ, മുകളിലേക്ക് പോകുമ്പോൾ വാസ്തുവിന്റെ എഫക്ട് കുറയൊന്നുമില്ല. അങ്ങനൊന്നും പറഞ്ഞാൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ ബിൽഡിങ്. പിന്നെ ഈ ഭൂമിയിൽ നിന്ന് എവിടുന്ന വേറെ മുകളിൽ നമ്മൾ ഫ്ലോട്ട് ചെയ്യുന്ന എയറോപ്ലെയിൻ അല്ലല്ലോ. കിച്ചന്റെ സ്ഥാനം തെറ്റിയാൽ എന്ത് സംഭവിക്കും? കിച്ചന്റെ സ്ഥാനം തെറ്റിയാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമുടി പ്രശ്നങ്ങളാണ്. നമസ്കാരം. ഞാൻ ഇന്ന് സംവാദത്തിൽ ഏർപ്പെടാൻ പോകുന്നത് 26 വർഷമായിട്ട് വാസ്തുവിൽ ഗവേഷണം നടത്തുന്ന ഒരാളിൻ്റെയോടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമസ്കാരം. ചോദ്യങ്ങൾ മറന്നു പോകാതിരിക്കാനായിട്ട് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതില് ആദ്യത്തെ ചോദ്യം, ഒരു പ്ലോട്ട് ആൾറെഡി നമുക്കുണ്ട്, നമുക്ക് കുടുംബപരമായിട്ട് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വാങ്ങിയിട്ടൊരു പ്ലോട്ടുണ്ട്. വാസ്തു കറക്റ്റ് അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളവിടെ വീട് നിർമ്മിക്കാമോ? ഓക്കെ, അപ്പം
നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലോട്ട് ആൾറെഡി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വാസ്തു ശരിയല്ലെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കവിടെ വീട് വയ്ക്കാമോ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഉള്ള സംഗതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരാൾക്കൊരു പ്ലോട്ട് കിട്ടുന്നത് ചിലപ്പോൾ പാരമ്പര്യമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾ വാങ്ങിയതായിരിക്കാം. നേരത്തെ അറിയാതെ പൈസ കയ്യിൽ വന്നപ്പോൾ ഒരു പ്ലോട്ട് വാങ്ങി, പിന്നെ അതിൽ വീട് ചിന്തിക്കാം എന്ന രീതിയിലിരുന്നു. പിന്നെ കുറേ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വീട് വയ്ക്കാൻ തോന്നി. അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഒരവസ്ഥയാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പൊ ഈ പ്ലോട്ടിൽ വാസ്തു മോശമാണെന്ന് മനസ്സിലാക്കുന്നത്, ഈ പ്ലോട്ട് വന്ന് ആരെങ്കിലും നോക്കി വാസ്തു മോശമാണെന്ന് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റു വീഡിയോയിൽ നിന്നോ എന്നെ പോലുള്ള ആളുകൾ ചെയ്ത വീഡിയോയിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്ലോട്ടിൽ കമ്പയർ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഒരു പ്ലോട്ട് വാസയോഗ്യമാണോ അല്ലെങ്കിൽ ഒരു വീട് നല്ല രീതിയിൽ നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു വാസ്തു വിദഗ്ധനെ കൊണ്ട് കാണിച്ചതിന് ശേഷം മാത്രമേ തീരുമാനിക്കാവൂ. ഇനി വാസ്തു വിദഗ്ധന്മാരിപ്പോ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഞാനൊക്കെ ശരിക്കും പറഞ്ഞ എഞ്ചിനീയറിംഗ് മേഖലയുമായിട്ട് നിൽക്കുന്നത് കൊണ്ട്, കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊഫഷനാണ്. അപ്പം അതൊരു പാഷനും കൂടി ആയി കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഞാനൊരു വീട് വാസ്തു ഉപയോഗിക്കുന്നത് ഒരു പ്ലോട്ടിൽ എത്ര ദോഷമുണ്ടെങ്കിലും അതിനെ എലിമിനേറ്റ് ചെയ്ത് ഒരു വീട് അവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും, അപ്പം ഒരു പ്ലോട്ടിന് മോശം എന്ന് കൽപ്പിക്കുന്നത് പല ലക്ഷണങ്ങൾ കൊണ്ടാണ്. അപ്പം ഭൂലക്ഷണം നോക്കണം, അതിനുശേഷം പരിസരമായിട്ടുള്ള വാസ്തുവിൻ്റെ ഇന്റർഫേസസ് നോക്കണം, എനർജി നോക്കണം, പിന്നെ അത് കഴിഞ്ഞൊരു വീട് അവിടെ വയ്ക്കുമ്പോൾ അത് എത്രമാത്രം നമുക്ക് വാസ്തുപരമായിട്ട് നന്നാക്കാൻ പറ്റും എന്നുള്ളത് ഒരു പഠനം കൂടി നമുക്ക് അതിനകത്ത് നടക്കണം. അപ്പം അതിന് വിശദമായിട്ട് നോക്കാൻ കഴിവുള്ള ഒരാളിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വാസ്തു കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീടിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കാം. അപ്പോൾ വേറെ ഒരു തരത്തിലുള്ള ഒരു ഒബ്ജക്ഷനും ഇല്ല. പ്രത്യേകിച്ച് നല്ല വാല്യൂ ഉള്ള ലാൻഡൊക്കെ വാങ്ങിച്ചിട്ടാണ് പലർക്കും, അല്ലെങ്കിൽ വാല്യൂ ഉള്ള ലാൻഡൊക്കെ കിട്ടുന്ന ആൾക്കാർക്കാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ടെൻഷൻ ഉള്ളത്. കാര്യം ഇത് എനിക്കുണ്ട്, ഇത് വേറെ ഒന്നുമില്ല, അപ്പം ഞാൻ എങ്ങനെയാണ് ഇതിനകത്തൊരു ഇങ്ങനെ ഒരു വീട് വയ്ക്കാതിരുന്നാൽ അതിന്റെ വാല്യൂ പോവും, അല്ലെങ്കിൽ അതിന് വാസ്തുദോഷമുണ്ടെന്ന് വെച്ചാൽ അത് മറിച്ച് വിൽക്കാനും പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസിലൊക്കെ ആൾക്കാർ ചെന്ന് ചാടാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് വെച്ചാൽ, വാസ്തു പൂർണ്ണമായിട്ടും ഇല്ലാതെ ഒരു പ്ലോട്ടും ഭൂമി ഇല്ല. അതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. വാസ്തു പരമായിട്ടുള്ള ചില കുറവുകൾ ഉണ്ടാവും. ആ കുറവുകൾ, ഏറ്റക്കുറച്ചിലുകളെ നമ്മൾ കൃത്യമായിട്ട് ആ ഏറ്റക്കുറച്ചിലുകൾ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്യേണ്ടത്. വാസ്തുവിനെ ഉപയോഗിക്കേണ്ടതാണ് ഒരു വാസ്തു കൺസൾട്ടന്റിന്റെ ഒരു ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഭൂമി കണ്ടിട്ട് മോശമാണെന്ന് പറഞ്ഞു പോവുക എന്നുള്ളതല്ല. ആ ഭൂമിയിൽ ഒരു വാസസ്ഥാനം ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നാൽ അതിനെ എത്രമാത്രം കറക്റ്റായിട്ടുണ്ട്, നമുക്ക് അതിന് കൃത്യമായ ഉപായങ്ങളുണ്ട് വാസ്തുവിൽ. പലർക്കും അത് അറിയില്ല. പലരും ഈ പറയുന്ന പോലെ ലക്ഷണം നോക്കിയിട്ട് മോശമാണ്, അത് ഇപ്പൊ നമ്മളൊരു പ്ലോട്ട് വാങ്ങാനാണ് പോകുന്നതെങ്കിൽ നമുക്ക് ലക്ഷണം നോക്കിയിട്ട് അത് നല്ലതല്ല, അവിടെ വീട് വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വർജിക്കാം, അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ നമുക്കുള്ള ഭൂമിയിലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഭൂമിയെ നമ്മൾ അങ്ങനെ കഴ്സ് ചെയ്യാനുള്ളതല്ല. ഭൂമി എന്ന് പറയുന്ന മാതൃസമാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു തോട്ടിൽ ഒരു വീട്, ഒരു പ്ലോട്ടിനെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും നമ്മൾ പോകരുത്. അത് തെറ്റാണ്. അത് കൂടുതൽ ദോഷങ്ങളെ നമുക്ക് വരുത്തൂ എന്നുള്ളതാണ്. ശരി, അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, ഈസ്റ്റ് ഫേസിങ് വീട് മാത്രമേ നല്ലതായിട്ടുള്ളൂ എന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. അത് ശരിയാണോ? സൗത്ത് ഫേസിങ് വീട് വളരെ മോശമാണെന്നും പറഞ്ഞു. ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഇതിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പക്ഷെ ഒരുപാട് തവണ പലപ്പോഴും ഞാനത് ആൻസർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എന്നാലും ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഈസ്റ്റ് തന്നെ കിട്ടണം, അപ്പൊ ഈസ്റ്റ് തന്നെയാണോ ഏറ്റവും നല്ലത്? അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, 4 ഡയറക്ഷൻസിന് 4 പുരുഷാർത്ഥങ്ങൾ എന്ന് പറയാറുണ്ട്. 4 പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ധർമ്മത്തിനെ സൂചിപ്പിക്കുന്നു, നോർത്ത് അർത്ഥത്തിനെ സൂചിപ്പിക്കുന്നു, വെസ്റ്റ് കാമത്തിനെ സൂചിപ്പിക്കുന്നു, സൗത്ത് മോക്ഷത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇത് 4 ഡയറക്ഷനും 4 സിഗ്നിഫിക്കൻസ് ആണ്, പുരുഷാർത്ഥങ്ങളാണ്. അപ്പൊ തന്നെ നമ്മൾ നിങ്ങളൊരു
എത്തിക്കൽ പേഴ്സണായിട്ട് മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ധർമ്മിഷ്ഠനാണ്. പക്ഷെ ഒരു വലിയ പൈസ സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ആളാണ്. അപ്പൊ പഴയ നമ്മുടെ കാരണവന്മാരൊക്കെ അതുകൊണ്ടൊക്കെയാണ് അവർ കൂടുതലും മൂല്യങ്ങൾക്കും ഈ എത്തിക്സിനും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാവും അവരെപ്പോഴും ഈസ്റ്റ് ദർശനത്തിനെ പ്രിഫർ ചെയ്തിരുന്നത്. അപ്പൊ ഈസ്റ്റ് ഒരിക്കലും ഈസ്റ്റിന് വേറെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബേസിസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ചരിഞ്ഞുള്ളൊരു ഭൂമിയാണ്. ഈസ്റ്റ് ദർശനത്തിൽ കൊടുക്കുമ്പോൾ നമുക്ക് മോർണിംഗ് സൺലൈറ്റ് വീടിന്റെ നടയിൽ വന്ന് വീഴും. സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ ആണെങ്കിൽ നമുക്ക് അവിടെയും കിട്ടും. അപ്പം അത്തരത്തിൽ സൂര്യപ്രകാശം വീഴാൻ കണക്കാക്കിയിട്ടുള്ള ഒരു സയന്റിഫിക് ബേസിസ് കൂടെ അതിനകത്തുണ്ട്. പക്ഷേ വാസ്തുവിന്റെ ആംഗിളിൽ നോക്കുമ്പോൾ എല്ലാ ഡയറക്ഷനിലും നമുക്ക് വീടുകൾ ചെയ്യാം, എല്ലാ ഡയറക്ഷനിലും വീട് വയ്ക്കാം, അല്ലേ? അത് പ്രധാന പ്രമാണം എന്ന് പറയുന്നത് വീഥി എവിടെയോ അവിടെ ദർശനം എന്നാണ്. വീഥി എന്ന് പറയുന്നത് റോഡ് അല്ലെങ്കിൽ ആക്സസ്. അത് എവിടെയാണോ അവിടെയാണ് നമ്മൾ വീട് ചെയ്യേണ്ടത്. പലപ്പോഴും ആ ദർശനത്തിലാണ് നമ്മൾ വീട് ചെയ്യേണ്ടത്. പക്ഷേ ചിലരുണ്ട്, ഇപ്പം റോഡ് ഏത് ഡയറക്ഷനിൽ കിടന്നാലും നമുക്ക് ഈസ്റ്റിലേക്ക് തിരിച്ചു വെച്ചളയാം എന്ന് പറഞ്ഞ് വീടിനെ വെക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നവൻ ഇങ്ങനെ നോക്കിയിരുന്നാൽ എന്തിരിക്കുന്നു എന്നുള്ളത് പോലത്തെ ഒരു അവസ്ഥയാണ് അവിടെ വരുന്നത്, ഒരു സ്ട്രെയിനാണ് അവിടെ വരുന്നത്. അപ്പം അതൊരു ശരിയായ സംഭവമൊന്നുമല്ല. നമുക്കിപ്പം എവിടെയാണ് വീഥിയുള്ളത് അതിന് നല്ല രീതിയിൽ റോഡ് ആ ദർശനത്തിലേക്ക് നമുക്ക് വീട് വയ്ക്കാവുന്നതാണ്. അപ്പൊ ഈസ്റ്റ് ദർശനത്തിൽ ഒരു എത്തിക്കൽ പേഴ്സൺ ഉണ്ടാവുമ്പോൾ പൈസ ആഗ്രഹിക്കുകയും ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിൽ സക്സസ്, അത് തെറ്റൊന്നുമല്ല. ബിസിനസ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക എന്നുള്ളത് തെറ്റൊന്നുമല്ല. പക്ഷെ അർത്ഥം കാക്ഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ദർശനമാണ് ഏറ്റവും നല്ലതെന്ന് പറയും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പരമായി ഇപ്പൊ പലപ്പോഴും ബിസിനസ് സ്ഥാപനങ്ങളിലെ പലതും സ്ഥലങ്ങൾ നോക്കുമ്പോൾ നോർത്ത് ഫേസിങ് സ്ഥലങ്ങൾ നോക്കുന്നതിന്റെ റീസൺ ഇതാണ്. ഇതിൻ്റെ അകത്തൊരു ഈ ഒരു ക്യാച്ച് കിടപ്പുണ്ട്. നോർത്ത് എന്ന് പറയുന്നത് വെൽത്ത് ഗെയിനിങ് ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ആ നോർത്ത് ഡയറക്ഷൻ. അപ്പം നമുക്ക് ധർമ്മം കഴിഞ്ഞ് നമ്മൾ അർത്ഥത്തിലേക്ക് വന്നു. ഇനി കാമം എന്ന് പറയുന്ന ഡിസയർ, ആഗ്രഹങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നമുക്ക് വെസ്റ്റ് ദർശനം എന്ന് പറയുന്നത് നല്ലതാണ്. വെസ്റ്റ് എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദർശനം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. നമുക്ക് പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, വെസ്റ്റ് ദർശനത്തിൽ നമ്മൾ വരവ് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ചെലവ് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും പൈസയുടെ ആംഗിളിൽ വെസ്റ്റ് അത്ര ഒരു നല്ല ഇതല്ലെങ്കിലും വെസ്റ്റ് എന്ന് പറയുന്ന ഒരു കരിയർ ഗ്രോത്ത്, ഫെയിം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് വളരെ നല്ലതാണ്. പലപ്പോഴും നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാൻ എല്ലാവരും നോർത്തിലോട്ട് ഫേസ് ചെയ്തിരുന്ന മാനിഫെസ്റ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യാമെന്നെല്ലാം പറയും. പക്ഷേ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ പറയുകയാണ്, പടിഞ്ഞാറ് ദർശനമായിരിക്കുന്നതാണ്, ആ ഡയറക്ഷനിലാണ് മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കുന്നെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് എപ്പോഴും ഡിസയേഴ്സ്, ആഗ്രഹങ്ങളാണല്ലോ പിന്നെ മാനിഫെസ്റ്റേഷനിലേക്ക് നമ്മൾ പോകാനൊക്കെ കാരണം. ആഗ്രഹങ്ങളില്ലാതെ മനുഷ്യനില്ല. ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല. അങ്ങനെ ഒരു നമ്മുടെ ചില നെഗറ്റീവ് ഫിലോസഫി ഉണ്ട്, അത്യാഗ്രഹം. നമ്മൾ അതിനെയൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായാൽ നമ്മളത് അത്യാഗ്രഹം എന്ന് പറയും. എന്തിനാണ് ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് അറിയില്ല. പലപ്പോഴും പല ആളുകളും ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമുക്കൊരു ആഗ്രഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വരും. ആഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരു തെറ്റോ ഒന്നുമല്ല പലപ്പോഴും. അപ്പൊ ഈ ഡിസയർ എന്ന് പറയുന്നതിന് ഒരു വല്ലാത്ത, നമ്മൾ ഈ എല്ലാ സ്റ്റേജുകളെയും എല്ലാ പുരുഷാർത്ഥങ്ങളെയും നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ ജേണിയാണ്. അപ്പം ഈ ജേണിയിൽ മോക്ഷം എന്ന കാറ്റഗറി ആണ് നമ്മൾ സൗത്ത് ദർശനം വീട്ടിന് പറയുന്നത്. മോക്ഷം എന്ന് പറയുന്നതിന് കാരണം, സൗത്ത് മോശമാണെന്ന് പറയുന്നതിന്റെ കാരണം ഇത് മോക്ഷ കാറ്റഗറി ആയതുകൊണ്ട് പലരും ചിന്തിക്കുന്നതാണ് ഈ സൗത്ത് ഫേസിങ് എന്ന് പറഞ്ഞാൽ യമനെ ഫേസ് ചെയ്തിരിക്കുന്ന എന്ന രീതിയിലാണ് അതിനെ കാണുന്നത്. പക്ഷെ അത് അങ്ങനത്തെ അർത്ഥത്തിൽ കാണേണ്ടതല്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രാക്ടിക്കൽ സെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സൗത്ത് ദർശനത്തിന് പ്രിഫറൻസ് കുറയ്ക്കുന്നതിന്റെ കാരണം സൗത്ത് മോശമാണെന്നുള്ള അറിഞ്ഞില്ലല്ല. സൗത്തിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് കുറച്ച് കൂടുതലാണ്. സൗത്തിന്റെ ഒരു വർഷത്തിൽ നമുക്ക് ഒരു എൻട്രി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റിൽ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്, രണ്ടും തെറ്റാണ്. അപ്പൊ നടുക്ക് മാത്രമേ കൂടെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സൗത്ത് ദർശനം പലപ്പോഴും അഭികാമ്യമല്ലാതെ വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ എൻട്രൻസ് കൃത്യമായി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് ഇതിനകത്തുള്ളൊരു മെയിൻ സംഭവം. ഈ ദർശനം കൃത്യമായിട്ട്
പാലിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇത്. അപ്പൊ കൃത്യം പാലിക്കുക, കൃത്യമായ കണക്കിൽ വീട് വയ്ക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശരി, ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മെയിൻ ഡോർ പൊസിഷൻ തെറ്റിയാൽ ലൈഫിൽ എന്തുണ്ടാകും? മെയിൻ ഡോർ പൊസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ നല്ല ലൈഫേ ഉണ്ടാവൂല. ലൈഫിൽ എന്ത് പറ്റും എന്നുള്ളതല്ല, നല്ല ലൈഫേ ഉണ്ടാവൂല. അത് ശ്രദ്ധിക്കണം. നമ്മൾ മെയിൻ ഡോറാണ് നമ്മുടെ വീട്ടിലെ എനർജി നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന പോർഷൻ. പലരും ഇഗ്നോർ ചെയ്ത് കാണുന്ന ഒരു കാര്യമാണ് മെയിൻ. ഇപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ ദർശനം ഒപ്പിച്ചൊക്കെ വെച്ചാൽ മതി, പക്ഷെ വടക്ക് ദർശനമാണ് എവിടെയെങ്കിലും അങ്ങ് ഡോർ വെച്ച് വടക്കോട്ടേക്ക് വെച്ചിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം. ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഡോർ പൊസിഷൻ എങ്ങനെ ഡിസൈഡ് ചെയ്യണം, ഇപ്പൊ 9 ഭാഗമായിട്ട് തിരിച്ചിട്ട് നമ്മൾ 3, 4, 5 കണ്ണങ്ങളിൽ വെക്കുക എന്നെല്ലാം ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊന്നും നമുക്ക് കിടക്കണ്ട. പക്ഷെ മെയിൻ ഡോർ പൊസിഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മെയിൻ ഡോർ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. മെയിൻ ഡോർ പൊസിഷനെ നിങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു പ്ലാനിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ കളിയെ തമാശയ്ക്ക് പറഞ്ഞതല്ല, നല്ലൊരു ലൈഫ് ഉണ്ടാവുക തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. എൻ്റെ വീടിൻ്റെ നോക്കണമല്ലോ. ഞാൻ വിചാരിച്ച് ഈ മെയിൻ ഡോർ എന്ന് പറയുന്നത് ഈ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വയ്ക്കാം. ഇപ്പോൾ കയറുമ്പോൾ മാക്സിമം സ്പേസ് കിട്ടുക, അല്ലെങ്കിൽ കയറുമ്പോൾ ലിവിങ് റൂം വലുതായിട്ട് കിട്ടുക, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ടും ലിവിങ് റൂമിൻ്റെ സ്പേസ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ മെയിൻ ഡോറിനെ എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ച് വയ്ക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ മെയിൻ ഡോർ പൊസിഷൻ നോക്കുക കൃത്യമായിട്ട്. ഒരിക്കലും നമ്മുടെ മെയിൻ ഡോറിൻ്റെ പൊസിഷൻ കന്നിമൂലയിലേക്കോ അഗ്നികോണിയിലേക്കോ ഒന്ന് വരുന്ന രീതിയിലേക്ക് വരരുത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കഴിയുന്ന നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലതാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗം, നോർത്ത് വെസ്റ്റ് ഭാഗത്തും നമുക്ക് കൊടുക്കാം. പക്ഷെ മറ്റ് 2 ഡയറക്ഷൻസും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അത് വയ്ക്കുമ്പോൾ കൃത്യമായി നടുക്ക് വയ്ക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. സൗത്ത് ദർശനത്തിനൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. അതിനകത്ത് ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിനോട് മെയിൻ ഡോർ എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. മെയിൻ ഡോർ മഹാദ്വാരം എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. മഹാദ്വാരം, പ്രവേശനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ കൂടിയാണ്, ആ വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത ചോദ്യം, വാസ്തു ഫോളോ ചെയ്താൽ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ഉണ്ട്? വാസ്തു മാത്രം ഫോളോ ചെയ്താൽ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ഒരിക്കലും കിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല. വാസ്തു മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരിടത്ത് നമ്മൾ നല്ലൊരു വാസ്തു സ്പേസിലാണ് ഇരിക്കുന്നത്, പൈസ വന്നോളും എന്ന് വിചാരിച്ച പൈസ വരില്ല. പൈസ വരണമെന്നുണ്ടെങ്കിൽ പണിയെടുക്കണം. അപ്പൊ പിന്നെ വാസ്തു നോക്കേണ്ട ആവശ്യമുണ്ട്, പണിയെടുത്താൽ പോരെ. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ നിങ്ങൾ ചോദിച്ച് പണിയെടുത്താൽ മാത്രം പോരെ വാസ്തു നോക്കണ്ടേ? ഈ പണിയെടുക്കാനുള്ള തോന്നലാണ് പ്രശ്നം. പണിയെടുക്കാൻ തോന്നണം അല്ലേ? പണിയെടുക്കാനുള്ള തോന്നൽ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് ലേസിനെസ് ഉണ്ടാവാതെ നമ്മൾ എനർജറ്റിക്കായി മാറുന്നത് എപ്പോഴാണ്? നല്ലൊരു സ്പേസിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ്. ആ സ്പേസിനെയാണ് വാസ്തു കൊണ്ടുവരുന്നത്. അത് ആദ്യം മനസ്സിലാക്കും. അതൊരു സത്യമാണ്. ചില സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു തോന്നലാണ് വരുന്നത്. നമ്മളിൽ തന്നെ ചേഞ്ച് വരുത്തി. ഈ വാസ്തു ഒരു മാജിക് ഒന്നുമല്ല. നിങ്ങൾ വാസ്തുപ്രകാരം നല്ല വീട് വെച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് നാളെ സമ്പൽ സമൃദ്ധിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. ഒരുപാട് പേര് നമ്മൾ ഈ വാസ്തു കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ നമ്മൾ വാസ്തു എന്ന് മാറ്റം വരും? നീ ഇത്തരം മാറ്റങ്ങൾ ചെയ്തു, നീ എന്നായിരിക്കും ഈ മാറ്റം വരുന്നത് ചോദിക്കും. അതിന് ആ മാറ്റം സംഭവിക്കുന്നതാണ്. മാറ്റം സംഭവിക്കുന്നത് എങ്ങനെയാ? നമ്മളിലൂടെ തന്നെയാണ് ആ മാറ്റം സംഭവിക്കുന്നത്. നമ്മളുടെ നേച്ചറിനെ ചേഞ്ച് ചെയ്യാൻ, നമ്മുടെ ഉള്ളിലുള്ള ശക്തികളെ ഉത്തേജിപ്പിക്കാനാണ് പലപ്പോഴും വാസ്തു സഹായമാവുന്നത്. മനുഷ്യനാണ് ഏറ്റവും ശക്തനായിട്ടുള്ള ആള്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം ഓപ്പൺ ആവണ്ടേ? നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ ഓപ്പൺ ആവണമെങ്കിൽ നമ്മൾ നല്ലൊരു സ്പേസിലിരിക്കണം. അതാണ് വാസ്തു വാഗ്ദാനം ചെയ്യുന്നത്. നല്ലൊരു സ്പേസ്, നിങ്ങളുടെ എല്ലാ ഫാക്കൽറ്റീസിനെയും കൃത്യമായി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വാസ്തു ചെയ്യുന്നത്. അല്ലെ വാസ്തു പ്രകാരം വീട് വെച്ച് നാളെ 10 കോടി രൂപ നിങ്ങളെ തേടിയെത്തും എന്ന് വിചാരിക്കുന്നതിനകത്ത് മണ്ടത്തരമെന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നാളെ ഇപ്പം ചില കാര്യങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് ഇനി വീട്ടിലെ വാസ്തു കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. ചിലരൊക്കെ ഉണ്ട്, ചിലർ എന്താ പറയുക, ഒരുപാട് ഞാൻ ഇത്രയും ചെയ്തു, അതെല്ലാം ചെയ്തു, പക്ഷെ എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. ഇനി വാസ്തുദോഷമാണെന്നാണ് എല്ലാം പറയുന്നത്. ആ വാസ്തുദോഷം കൂടെ ഒന്ന് പ്രിവെന്റ് ചെയ്തിരുന്നെങ്കിൽ
അപ്പോൾ ഒന്ന് സാറ് വന്നൊന്ന് കറക്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാനത് ശരിയാവും. ഞാൻ പറഞ്ഞു അങ്ങനെ ഗ്യാരണ്ടി ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. വാസ്തു എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ രണ്ട് രീതിയിലാണ് വാസ്തു നോക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഭയം, വാസ്തുവിനോടുള്ള ഭയം കൊണ്ട് നോക്കും. രണ്ട്, നിങ്ങൾക്ക് ഉന്നതി വരണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ വാസ്തു നോക്കും. ഇത് ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് വിഷയം. നിങ്ങൾക്ക് ഭയമോടുകൂടി നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വാസ്തുവാണ് കാരണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് വാസ്തു കൺസൾട്ടൻസിനെ കയറ്റി ഇറക്കി ഒരുപാട് പേരുടെ ഒപ്പീനിയൻസ് എടുത്ത് എൻ്റെ വീടിൻ്റെ എല്ലാ വശങ്ങളെയും ഞാൻ പഠിച്ച്, എനിക്കറിയാം ചില ആളുകളൊക്കെ 15 വാസ്തു കൺസൾട്ടൻസിനെ കൊണ്ട് നോക്കിപ്പിച്ച് 16ാമത്തെ ആളായിട്ട് അവിടെ പോകേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ പലപ്പോഴും. അങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കഴിയുന്ന കൺസൾട്ടിങ് ഞാൻ ഒഴിവാക്കാനൊക്കെയാണ് പലപ്പോഴും നോക്കുന്നത്. കാര്യം ഈ 15 പേര് പറഞ്ഞിട്ടും ഇയാൾ ഒരു കാര്യവും ചെയ്യാതിരുന്നിട്ട് 16ാമത്തെ ഒരാളിനെ കൂടെ വരുത്തി ഇനി അത് 17ാമത്തെ അടുത്ത ആളെ ചെല്ലും. അപ്പൊ ഇതൊരു ഒരുതരം മാനസിക പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു വാസ്തുവിനെ നമുക്കൊരു അതുകൊണ്ട് അടിസ്ഥാനപരമായ വാസ്തു നിയമങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ഈ ഭയം ഒന്ന് മാറണം. അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്, ഒരുപാട് കോഴ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം അതിന് ഞാൻ ഈ ഭയം മാറ്റുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഭയം എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരും, ഇതിനെ ലഘൂകരിക്കുന്നല്ല. ദേവി ഇത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ ഭയം മാറ്റുക എന്ന് പറയുമ്പോൾ പലരും പറയും സാറ് വാസ്തുവിനെ ലഘൂകരിച്ച് സംസാരിക്കുന്നു, സാർ എന്തിനാണ് വളരെ ലൈറ്റായിട്ട് ഇതിനെ എടുക്കുന്നത്. ഇത് അർഹിക്കുന്ന ഒരു കൺസിഡറേഷൻ കൊടുത്താൽ മതി. ലൈറ്റ് എന്നോ സ്ട്രോങ് എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്ന് തന്നെ അങ്ങ് മാറിക്കഴിഞ്ഞാലേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. നിങ്ങൾ 50 വർഷമായി ജീവിക്കുന്ന ഒരു സ്പേസിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ വീട് വാസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ലോജിക്കലി ചിന്തിക്കണം, ഞാനിടാ 50 വർഷം ഇവിടെ താമസിച്ചല്ലേടാ, നീ പെട്ടെന്നൊന്ന് വാസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ ഞാനത് എന്ത് കേൾക്കണം എന്നുള്ളതാണ് പലപ്പോഴും. ഈ വാസയോഗ്യത എന്ന് പറഞ്ഞ് പലരും പറയുന്നതിൽ പല ഭയത്തിന്റെ എലിമെന്റ്സ് ഉണ്ടാവുന്നു. ശരിക്കും ആക്ച്വലി അവിടെ അവർ തെറ്റ് പറയുന്നതല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ അത്തരം കണ്ടീഷൻസ് ഉണ്ടാവാം. അത്തരം കണ്ടീഷൻസ് ഉണ്ടായി എന്ന് വെച്ച് അത് ഇയാൾക്ക് വന്നുകൊള്ളണം നിർബന്ധമൊന്നുമില്ല. ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇയാളുടെ മറ്റ് കാര്യങ്ങൾ, ദൈവികമായിട്ടുള്ളതും ഉപാസനപരമായിട്ടുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ അയാളുടെ കർമ്മവും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വാസ്തുവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് അതെല്ലാം മാറ്റി പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയുന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗ്യാരണ്ടി എന്ന് പറയുന്നത്, വാസ്തു കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു ബെറ്റർ മൈൻഡ് അല്ലെങ്കിൽ ഒരു ബെറ്റർ സിറ്റുവേഷൻ വേർ ഒരു മൈൻഡ് ക്യാൻ ഡു മാജിക്. വാസ്തു അല്ല മാജിക് ചെയ്യുന്നത്, നിങ്ങളെ കൊണ്ട് തന്നെയാണ് ആ മാജിക് ചെയ്യിപ്പിക്കുക. ഇതാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ്. എന്തായാലും കൊള്ളാം. എല്ലാവരും വാസ്തു ശരിയാക്കി കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ ചോദ്യം. അടുത്ത ചോദ്യം, ഈ ബെഡ്റൂമിന്റെ പൊസിഷൻ തെറ്റിയാൽ കപ്പിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബാധിക്കുമോ, അവരുടെ ബന്ധങ്ങൾ തകരുമോ? അങ്ങനെ പറയുന്നത് ശരിയാണോ? ശരിക്കും ഇതൊരു ബ്യൂട്ടിഫുൾ തോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ബെഡ്റൂംസ് എന്ന് പറയുന്നത് കപ്പിൾ റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ഒരു ആംഗിളിൽ നമ്മൾ പണ്ടൊക്കെ വാസ്തുവിൽ സൂതികാഗ്രഹമാണ് ഈ കന്നിമൂല എന്ന് പറയുന്ന ഭാഗത്ത് വാസ്തു നിർദ്ദേശിച്ചിരിക്കുന്നത്. സൂതികാഗ്രഹം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, ഈ പ്രസവ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ അന്ന് നമ്മൾ ഈ ആശുപത്രി അല്ലല്ലോ, പ്രസവ ആനന്ദ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അന്ന് ചെയ്തിരുന്ന ഒരു റൂമിനാണ് സൂതികാഗ്രഹം, ഒരു നഴ്സിംഗ് റൂം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അപ്പം സൂതികാഗ്രഹത്തിൽ നിന്ന് അതിനെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത വാസ്തു വിദഗ്ധന്മാരുടെ അല്ലെങ്കിൽ വാസ്തു ആചാര്യന്മാരുടെ ബ്രില്യൻസിനെയാണ് നമ്മൾ നമിക്കേണ്ടത്. കാര്യം അവിടെ ഈ സൂതികാഗ്രഹം അവിടെ കൊടുക്കുന്നതിന്റെ റീസൺ തന്നെ ഈ ഇമോഷണൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ, റിലേഷൻഷിപ്പിന്റെ അങ്ങറ്റം പീക്ക്, അതായത് ഏറ്റവും നല്ല ഫ്ലേവർ റിലേഷൻഷിപ്പിന്റെ കിട്ടുന്ന സ്പോട്ട് എന്ന രീതിയിലാണ് നമ്മളവിടെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ആംഗിളിൽ തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും നല്ല സ്പോട്ടായിട്ട് കന്നിമൂല മാറുകയായിരുന്നു. അപ്പം പിന്നെ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഈ സിസ്റ്റം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയായിരുന്നു.
കന്നിമൂല എന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂം, കന്നിമൂല എന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂം, കന്നിമൂല മാസ്റ്റർ ബെഡ്റൂം അല്ലേ? ഈച്ച് ആൻഡ് എവരി ആളുകൾ, എനിക്ക് തോന്നുന്നു ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടോ എന്ന് തന്നെ എനിക്കിപ്പോൾ സംശയം. കാര്യം പലർക്കും അറിയാം മാസ്റ്റർ ബെഡ്റൂം കന്നി. ഇപ്പൊ എൻ്റെ അടുത്ത് പലരും ചോദിക്കും കന്നിമൂല മാസ്റ്റർ ബെഡ്റൂം അല്ലാതെ വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അതിപ്പോൾ എല്ലാവർക്കും അറിയാം കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലേ. കന്നിമൂല മാസ്റ്റർ ബെഡ്റൂം തന്നെ വേണം എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ എന്താണ്, നമ്മളുടെ പർപ്പസ് അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഗൃഹനാഥനും ഗൃഹനാഥയും തമ്മിൽ ഉണ്ടാവണമെങ്കിൽ കന്നിമൂല ഏറ്റവും നന്നായി യൂസ് ചെയ്യാൻ മതി. കന്നിമൂല മാത്രമല്ല മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം വേറെ സ്ഥലത്തും ആവാം അല്ലേ, കന്നിമൂല തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നതിന് നമുക്ക് ഈവൻ നോർത്ത് വെസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം എടുക്കും. മാസ്റ്റർ ഉപയോഗിക്കുന്ന ബെഡ്റൂം, അതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ഉപയോഗിക്കുന്ന ബെഡ്റൂം അല്ലേ, അതാണ് അതിന്റെ കോൺസെപ്റ്റ്. മനസ്സിലായില്ലേ? ഗൃഹനാഥൻ ഉപയോഗിക്കുന്ന ബെഡ്റൂം അല്ല വലിയ ബെഡ്റൂം എന്നുള്ളതല്ലല്ലോ അല്ലേ. അങ്ങനെ ചിലർ പറയുന്നുണ്ട് വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂമിനെയാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ചിലർ പറയാറുണ്ട്. ഇതിനെ ഒരു വലിയ സൈസുള്ള ബെഡ്റൂമിനെ മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള രീതിയിലല്ല കാണേണ്ടത്. വാസ്തുവിന്റെ ആംഗിളിൽ ഞാൻ പറയുന്നത് ഗൃഹനാഥൻ ഉപയോഗിക്കുന്ന ബെഡ്റൂമിനെയാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. വാസ്തുവിന്റെ കോൺസെപ്റ്റിൽ അങ്ങനെയാണ്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കിണർ സം ടാങ്ക് ഉണ്ടല്ലോ, നമ്മൾ ഭൂമിയിൽ കുഴിച്ചിടുന്ന ടാങ്ക്, കിണർ, പിന്നെ ബോർവെല്ല്, ഇങ്ങനെയുള്ളതിനെ പറ്റി എങ്ങനെയാണ് അതിന് വാസ്തു നോക്കി തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഈ വെല്ല് എന്ന് പറയുമ്പോൾ കിണർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീട്ടിനെ സംബന്ധിച്ചിടത്തോളം. കിണർ കുഴിക്കുന്നെങ്കിൽ കൃത്യമായി അത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെ കുഴിക്കുക. നോർത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോൾ അതിൽ മീനൻ രാശി മേടൻ രാശി എന്ന് 2 സെക്ടർ വരുന്നുണ്ട്. പക്ഷേ കൃത്യമായി അസസ് ചെയ്തിട്ടൊരു വിദഗ്ധനെ കൊണ്ട് കാണിച്ച് നോക്കി സ്ഥാനം നോക്കി ഈശാനത്തിൽ തന്നെ കിണർ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മറ്റ് സ്ഥാനങ്ങളൊന്നും ചെയ്യരുത്, അറ്റംപ്റ്റ് ചെയ്യരുത്. കാര്യം നമുക്ക് പലപ്പോഴും ഈ അത്തരം കിണറുകളുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ട് റെക്ടിഫിക്കേഷന് പാടുപെടും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒരു മനപ്രയാസം, ഇത്രയും വർഷമായി ഉപയോഗിച്ച ഒരു കിണർ അത് മൂടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനപ്രയാസം, ഇതെല്ലാം പ്രശ്നമാണ്. ഒരിക്കലും നമ്മളങ്ങനെ കിണറെന്ന് പറയുന്നതിന് ഒരു ലാഘവത്തോടുകൂടി എടുക്കുകയും ചെയ്യരുത്. ഇത് തന്നെയാണ് ബോർവെല്ലിന്റെ കേസിലും ഇത് തന്നെയാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. പിന്നെ സമ്പ് ടാങ്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സം ടാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ കുഴിച്ചിടുന്ന ടാങ്ക് ഒരു കിണറിന് തുല്യമായിട്ടാണ് നോക്കിക്കാണേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഭൂമിയിൽ കുഴിച്ചിടുന്ന ടാങ്കിനെ കറക്റ്റ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സം ടാങ്ക് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് തന്നെയാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ കിണർ ഉള്ള സ്ഥലത്താണ് സം ടാങ്ക് കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അത് കുറച്ചൊന്നും നീക്കി കൊടുത്താൽ മതി. നോർത്ത് ഈസ്റ്റ് തന്നെ നമുക്ക് കൊടുക്കാം. വാട്ടർ ടാങ്കിന്റെ പൊസിഷനോ? വാട്ടർ ടാങ്കിനെ സംബന്ധിച്ച് വാട്ടർ ടാങ്ക് എന്ന് പറയുന്ന ഓവർ ഹെഡ് വാട്ടർ ടാങ്ക്, മുകളിൽ വെക്കുന്ന വാട്ടർ ടാങ്ക് ആണെങ്കിൽ അത് നമ്മൾ കന്നിമൂലയിലെ മുകളിലായിട്ട് വരും. അത് 2 പർപ്പസാണ്. കന്നിമൂലയിൽ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയായിട്ട് നിൽക്കുമ്പോൾ വെള്ളം കന്നിമൂലയെ പാടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ കന്നിമൂലയുടെ മുകളിൽ ടാങ്ക് വയ്ക്കാൻ പറയുന്നു എന്ന് ചോദിച്ചാൽ ഹെവിനെസ് കൊണ്ടുവരാനും ഹൈറ്റ് കൊണ്ടുവരാനുമാണ് നമ്മൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഡിവൈസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു കാര്യമാണ് കന്നിമൂലയിൽ വെയിറ്റ് കയറുക എന്നുള്ളത്. അപ്പോൾ വെള്ളം നമ്മൾ മുകളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 1000 ലിറ്ററിന്റെ ടാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും 1 ടൺ വെയിറ്റ് നമുക്ക് അവിടെ കയറുകയാണ്, എക്സ്ട്രാ ആയിട്ട് കയറുകയാണ്. പിന്നെ കന്നിമൂല മുറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ ടോപ്പിൽ ടാങ്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പിയൊക്കെ കൃത്യമായിട്ട് അതുപോലെ ഇട്ട് റെഡിയാക്കിയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ശ്രദ്ധിക്കണം. ഇത് രണ്ടും രണ്ടായിട്ട് കാണണം അല്ലേ. സം ടാങ്കും വാട്ടർ ടാങ്കും എന്ന് പറയുന്നത് വാസ്തുവിന്റെ ആംഗിളിലേക്ക് വരുമ്പോൾ 2 രീതിയിലാണ് നമ്മൾ കാണേണ്ടത് അല്ലേ. ഇനിയൊരു പൊതു ചോദ്യമാണ്, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫ്ലാറ്റിൽ വാസ്തു നോക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് നോക്കിയാൽ നമുക്കത് ശരിയാവുമോ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. കാര്യം ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും വീടുകളിൽ ഒരുമിച്ചുള്ള ഒരു സമുച്ചയമാണ്. അപ്പോൾ അതെങ്ങനെയാണ് വാസ്തുവിന്റെ ആംഗിളിൽ നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ പറ്റി പലരും ചോദിക്കാറുണ്ട്. ഫ്ലാറ്റിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ് മടുത്തൊരു കാര്യമാണ്. ഫ്ലാറ്റിൽ വാസ്തു നോക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും എന്നിട്ട് ചില ആൾക്കാർ അങ്ങ് മനസ്സുകൊണ്ടങ്ങ് തീരുമാനിക്കുകയാണ് ഫ്ലാറ്റിൽ വാസ്തു നോക്കാൻ. ഫ്ലാറ്റിൽ വാസ്തു നോക്കാൻ പറ്റും. നമ്മൾ വാസ്തു നമ്മുടെ സ്പേസ് ആണ് നോക്കുന്നത്. ആ ബിൽഡിംഗ് മാത്രം ഫുള്ളായിട്ട് നോക്കണം. നമ്മുടെ സ്പേസ് നമ്മൾ നോക്കണം. നമ്മളിരിക്കുന്ന സ്പേസ് ആണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്.
അപ്പൊ അതവിടെ നമ്മുടെ റെസിഡൻസ്, നമ്മൾ ബാക്കി അപ്പുറമൊക്കെ റെസിഡൻസ് ഉണ്ടോ മറ്റോ നമ്മളതൊന്നും ചിന്തിക്കണ്ട. നമുക്കൊരു മണ്ഡലം, വാസ്തു ഫോളോ ചെയ്യുന്ന നിയമം ഇതാണ്: നമ്മൾ നമ്മുടെ മണ്ഡലം, അതിനകത്തുള്ള വാസ്തുപരമായിട്ടുള്ള ഗ്രഹത്തിലെ ഓരോരോ ഫെസിലിറ്റി വിന്യസിച്ചിരിക്കുന്ന രീതി, കന്നിമൂല ഭാഗമുണ്ടെങ്കിൽ കന്നിമൂലയിൽ ഓപ്പണിങ്സ് വന്നിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് ഫ്ലാറ്റിൽ വളരെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബാൽക്കണീസ് വന്നിട്ടുണ്ടോ എങ്കിൽ അത് മാറ്റണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നിലകൾ മുകളിലോട്ട് പോകും തോറും വാസ്തുവിൻ്റെ എഫക്റ്റ് കുറയൂ. അത് മുകളിലേക്ക് പോകുമ്പോൾ വാസ്തുവിൻ്റെ എഫക്റ്റ് കുറയൊന്നുമില്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റേ വേണ്ട. വാസ്തു എന്ന് പറയുന്നത് ഭൂമി എന്ന് നമ്മൾ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ ബിൽഡിങ്. പിന്നെ ഈ ഭൂമിയിൽ നിന്ന് എവിടുന്ന വേറെ മുകളിൽ നമ്മൾ ഫ്ലോട്ട് ചെയ്യുക എയറോപ്ലെയിൻ അല്ലല്ലോ. അത് ശരി. ആ രീതിയിലല്ലോ ഫ്ലാറ്റ് വരുന്നത്. അപ്പോൾ മുകളിലോട്ട് പോകും തോറും വാസ്തുവിന് എഫക്റ്റ് കുറയും എന്നൊക്കെ പറയുന്നത് വെറും വിഡ്ഢിത്തരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഇങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകളുണ്ട്. നിലകൾ മുകളിലോട്ട് പോകുമ്പോൾ വാസ്തു നോക്കണ്ട എന്ന്, ചില ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ വാസ്തു നോക്കണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. ഇനി നമ്മൾ വേറൊരു ചോദ്യം: കിച്ചന്റെ സ്ഥാനം തെറ്റിയാൽ എന്ത് സംഭവിക്കും? കിച്ചന്റെ സ്ഥാനം തെറ്റിയാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിമുടി പ്രശ്നങ്ങളാണ്. കിച്ചന്റെ സ്ഥാനം തെറ്റുമ്പോൾ ആരോഗ്യത്തിനെ ബാധിക്കും, സമ്പത്തിനെ ബാധിക്കും. അപ്പൊ കിച്ചണും സമ്പത്തുമായിട്ട് ബന്ധമുണ്ടെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഡെഫിനറ്റ്ലി. സമ്പത്തിന്റെ കാര്യത്തിൽ കിച്ചണിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. പലരും വിചാരിക്കും കിച്ചൺ എന്ന് പറയുമ്പോൾ ഫുഡ് കുക്ക് ചെയ്യുന്ന മാത്രമല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമാണ് കിച്ചണായിട്ട് നോക്കിക്കാണേണ്ടതെന്നാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. കിച്ചൺ എന്ന് പറയുന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ടാണ് അഗ്നികോണിൽ തന്നെ കിച്ചൺ കൊടുക്കണമെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സമ്പത്ത് കിട്ടുന്നത് അഗ്നികോണിൽ കിച്ചണുള്ള വീടുകളിലേക്കാണ് എന്നുള്ളത് പ്രൂവണാണ്. കിച്ചൺ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം മാത്രമല്ല, സമ്പത്തും കിച്ചണുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ? ഞാൻ ഈ നോർത്ത് ഈസ്റ്റിലുള്ള കിച്ചൺ മാറ്റി സൗത്ത് ഈസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പം അത് പലരും പറയാം, നോർത്ത് ഈസ്റ്റ് എന്തിനാ മാറ്റുന്നത്? നോർത്ത് ഈസ്റ്റ് ശൈലചന്ദ്രികയിൽ കേരളത്തിലെ ഒരു സിസ്റ്റത്തിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് അതെന്തിനാ മാറ്റുന്നത്? മോശമല്ലേ, അല്ല അത് ദോഷമല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം അതിൽ ഒരു കാര്യമില്ല. ഇത് കഴിഞ്ഞ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ആ ഒരു വെൽത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വെൽത്തും പ്രോസ്പെരിറ്റിയും വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾക്ക് മനസ്സിലാവുമല്ലോ എന്തുകൊണ്ടാണ്. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന കിച്ചൺ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, സൗത്ത് ഈസ്റ്റിൽ തന്നെ കിച്ചൺ കൊടുക്കുക. അടുത്ത ചോദ്യം: വീടിന്റെ മുന്നിൽ ഒരു മരമുണ്ട്, പ്രശ്നമുണ്ടോ? അല്ല, നിറച്ച് മാങ്ങയെല്ലാം കായ്ക്കുന്ന ഒരു മാവായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അത് മുറിക്കണോ? വീടിന്റെ നേരെയാണ് വരുന്നത്, വീടിന്റെ മെയിൻ ഡോറിന് നേരെ നിൽക്കുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ മണ്ടത്തരമൊന്നും. വീടിന് മുന്നിൽ മരം ഉണ്ട്, അപ്പം വീട് വെച്ചപ്പോൾ ശ്രദ്ധിച്ചില്ല. എന്തൊരു വിരോധാഭാസമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വീട് വയ്ക്കുന്ന സമയത്ത് എൻ്റെ ഡോറ് ഫ്രണ്ട് വരുമ്പോൾ ഡോറിന് നേരെ മരം, അത് കുറച്ച് അകലമുണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അകലത്തിന്റെ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. മഹാദ്വാരത്തിന് നേരെ വൃക്ഷങ്ങൾ വരാൻ പാടില്ല. അത് ഏത് വൃക്ഷമാണെങ്കിലും വരാൻ പാടില്ല. വീടിന് തൊട്ടടുത്ത് ഒരിക്കലും വരാൻ പാടില്ല. ദൂരെ ആയാലും മഹാദ്വാരത്തിന് നേരെ വൃക്ഷങ്ങൾ വരുന്ന അത്ര നല്ലതല്ല. പാടില്ലല്ലേ? മുറിക്കേണ്ടി വരും. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് മഹാദ്വാരം വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെയാണ് ആ വീട് വയ്ക്കുന്ന വീട്ടിൽ പിന്നെ ചെടി വയ്ക്കുക അല്ലെങ്കിൽ മരം വയ്ക്കുക എന്നെങ്കിൽ വളരെ നോക്കി തന്നെ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. വീട് പ്ലാൻ ചെയ്ത സമയത്ത് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നല്ലേ? അത് ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. മാവ് വെട്ടാതിരിക്കാൻ മാത്രമേ ആലോചിച്ചുള്ളൂ. അപ്പോൾ മെയിൻ ഡോർ വരുന്നോ എന്നുള്ളത് ആലോചിച്ചില്ല. അതാണ് പറ്റിപ്പോയി. ഇനി ഇന്നത്തെ അവസാനത്തെ ചോദ്യം: ആൾറെഡി താമസിക്കുന്ന വീട്ടിൽ വാസ്തു തെറ്റാണെങ്കിൽ റെമഡി ചെയ്യണോ? റെമഡി ചെയ്യാൻ പറ്റുമോ? താമസിക്കുന്ന വീട്ടിൽ വാസ്തു പ്രശ്നമുണ്ടെങ്കിൽ റെമഡി ഉണ്ടോ? തീർച്ചയായിട്ടും റെമഡി ഉണ്ട്. താമസിക്കുന്ന വീട്ടിൽ വാസ്തു പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് റെമഡി അപ്ലൈ ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം അല്ലേ? ഇടിച്ചു പൊളിക്കണോ പലതും? റെമഡി നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെറും ഡിമോളിഷൻസ് മാത്രമല്ല റെമഡി. ടെമ്പററി റെമഡീസ് ഉണ്ട്, പെർമനന്റ് റെമഡീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു
പെട്ടെന്ന് കുറച്ച് പ്രോബ്ലംസിന് മാറ്റം വരുത്താൻ ഒരുപാട് ഓബ്ജക്റ്റ് വെച്ച് കറക്ഷൻസ് ഒക്കെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. പിരമിഡ് പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. അതൊക്കെ ശരിക്കും നല്ല രീതിയിൽ എഫക്റ്റീവായി കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിതിനൊരു ബ്ലൈൻഡായിട്ട് പറയുന്നതല്ല. ചില ചേഞ്ചുകൾ കൊണ്ടുവരാനായിട്ട് ചില ഓബ്ജക്ട്സിന് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ റെമഡീസ് അപ്ലൈ ചെയ്തിട്ട് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെറുതെ കുറെ സാധനങ്ങൾ ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് വാങ്ങിച്ചു വയ്ക്കുകയല്ല വേണ്ടത്. അതിന് സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് തന്നെ തോന്നും. ഇത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് അത് മാറുമോ, അതെന്താണ് അങ്ങനെ ഒരു പ്രയോജനം വരുന്നത്, ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം അല്ലേ, പരിഹരിച്ച് നോക്കണം. ഒന്ന് അധികം പൊളിക്കാതെ എങ്ങനെ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നെ ഒന്ന് സഹായിക്കണം. ഇത്രയും നേരം നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ശ്രീ ഉണ്ണികൃഷ്ണന് നന്ദി. ശരി, നന്ദി. വീണ്ടും വരിക.